ഇന്നിപ്പോ എന്തായാലും ബാലരാമപുരത്തെ സ്ലാബ് ഏത് നിമിഷവും പൊളിക്കും. എന്നാൽ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. സമാധിയായി കുണ്ടലിനി ശക്തികളെ ഉണർത്തി, അച്ഛൻ ആറാധാര ചക്രങ്ങൾ ഉണർത്തി, ഓരോ ജീവകലകളും ഉണർത്തി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത്. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങനെ ക്ലിയർ ആയില്ല. ഇത് തന്നെ ചെയ്ത് സമാധിയിൽ എന്ന് പറയുന്നത് ഒരാളെ മരിക്കുകയല്ല, തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. തള്ളിയിട്ട് കൊന്നിട്ട് നിന്ന് മലയാള സാഹിത്യം ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലേ ഭഗവാനെ ശങ്കരനാരായണ സ്വാമി. അവര് വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, തൊടാൻ പാടില്ല. അത് അത്ര ചൈതന്യമാണ് സമാധി. ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്, യോഗീശ്വരനാണ്. എനിക്ക് എന്റെ അച്ഛനെ പറ്റി അറിയാത്തോണ്ടാ. ഹൈ എഡ്യൂക്കേറ്റഡ് ആ എന്റെ അച്ഛൻ. അയ്യേ, ഇന്ന് എനിക്ക് അച്ഛനെന്ന് പറയാനും പറയാൻ പറ്റില്ല. എന്റെ അച്ഛന്റെ ഉച്ചി. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. ഞാൻ ആരോ ഏട്ടാ, ഇങ്ങനെ കല്ലുമുട്ടിലുള്ള പാർട്ടിയാണ്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു അടിയൊക്കെ നടത്തി 6-7 വരെ പണ്ട് വെട്ടിയിട്ടുണ്ട്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. സ്ത്രീ അടക്കം ഒരു 6-7 എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട്. അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി. അങ്ങനെ അവിടെ കേസും വഴക്കായപ്പോഴാണ് ആറാലുമുട്ടി വന്നത്. ഇത്തരം പാർട്ടീസിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. സമാധിയാവാൻ പോകുന്നെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. സിനിമയ്ക്ക് പറ്റിയ സ്റ്റോറി കഥ പറവാക്കി. ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. അവൻ റൂട്ട് തിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ മരണമല്ല അത്. എന്റെ അച്ഛൻ്റെ അത് മരണമല്ല, എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. എനിക്കൊരു അവസരം എന്താ സാറേ, ഈ പന്നിനെ കൊണ്ട് ഞാൻ പുല്ലുപോലെ ഈ സഹദേവം പറയുക. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മള് വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ടും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കെട്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കുണ്ടായിട്ടുള്ള ചില ദിവസമൊക്കെ ഇവര് വരുമ്പോൾ ഭയങ്കര ചീത്ത വിളി കേൾക്കാം. ഈ മൂത്തവൻ വരുമ്പോ ഭയങ്കര ബഹളമായിരിക്കും. ആദ്യം എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഈ മരിക്കാൻ പോണ സമാധിക്ക് പോണ ആളെ ഷുഗറിനുള്ള BP-ക്കുള്ള ഗുളികയും പിന്നെ അതുമൊക്കെ കഴിച്ചിട്ടാണ് സമാധിയാ. ആരെങ്കിലും അങ്ങനെ വരൂ? മറിഞ്ഞു വീണ് ചത്ത് ഞാനും എന്റെ ഭാര്യ ഉരുട്ടി തള്ളിയിട്ടാണെന്ന് പറയില്ല. അത് പറയും. പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശിവമയം. ഇത്ര തന്നെ. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം ശിവമയം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിയാണെന്ന് എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പറ്റിക്കപ്പെടാൻ മുട്ടി നിന്നവർക്ക് നമ്മളൊരു അവസരം കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി മഹാസമാധി നാളെ അല്ലേ 3 മണിക്ക് മഹാസമാധി. രോഗി ഇച്ഛിച്ചതും പുച്ഛിച്ച് വൈദ്യം പുച്ഛിച്ചതും കൽപ്പിച്ചു.